ഇവിടെ ഇവന്റെ കണ്ണ് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് തിരിയാണ്. സോ പാനിക്കാവുന്ന ഇവനാണെങ്കിൽ അത് കറക്റ്റാക്കാനായിട്ട് കണ്ണ് തിരുമാൻ തുടങ്ങും. പക്ഷെ എന്നിട്ടും ഇവന്റെ ഐബോൾ ആണെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ണി നല്ലപോലെ അമർത്തി പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ അത് പഴയ പോലെ ആവുകയാണ്. പക്ഷെ അധികം വൈകാതെ ഇവന്റെ കണ്ടീഷൻ ആണെങ്കിൽ വീണ്ടും മോശമാകും. ഇവന്റെ വായുള്ളിൽ നിന്നാണെങ്കിൽ വെള്ളക്കാരിലേക്ക് വെളിയിലേക്ക് വരാൻ തുടങ്ങും. അടുത്ത സെക്കൻഡിന്റെ ഇവൻ തറയിലേക്ക് വീണ് വരയ്ക്കാനായി തുടങ്ങുകയാണ്. പക്ഷെ ഇവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും മുന്നേ തന്നെ ഇവന്റെ വയറ്റിനുള്ളിൽ നിന്നാണെങ്കിൽ ആയിരക്കണക്കിന് പുഴുക്കൾ വെളിയിലേക്ക് വരാൻ തുടങ്ങും. അവനും അവിടെ തന്നെ മരിച്ചു പോകുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോൾ ആ ടീമിലുള്ള വേറൊരുത്തിന്റെ കൈയാണെങ്കിൽ ചുമരിൽ സ്റ്റക്ക് ആവും. ഇവനും ആ കൈ പുറത്തെടുക്കാനായിട്ട് പരമാവധി ശക്തി ഉപയോഗിച്ച് ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നുണ്ടാവില്ല. ഇവന്റെ ഫ്രണ്ട്സും പെട്ടെന്ന് തന്നെ ഇവന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. പക്ഷെ ഇവന്റെ കൈയാണെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ വലിയൊരു പോരാട്ടത്തിന് പിന്നെയാണെങ്കിൽ ഇവനെ ചുമരിൽ നിന്ന് വേർപ്പെടുത്തുകയാണ്. എന്നാൽ ഇവനെ കാണുന്ന ടീമേറ്റ് എല്ലാവരും ഷോക്കായി പോകും. കാരണം ഇവനാണെങ്കിൽ കൈ ഉണ്ടാവില്ല. അതിനേക്കാളും ഇവന്റെ കൈ കട്ടായി എവിടെ നിന്നാണെങ്കിൽ ഒരു തുള്ളി ബ്ലഡ് പോലും വരുന്നുണ്ടാവില്ല. പക്ഷെ ആ സമയം നോക്കി ഇവന്റെ തുണ്ടായി കൈ അവിടേക്ക് വരികയാണ്. അതിനാണെങ്കിൽ ജീവനുള്ള പോലെ അനങ്ങുന്നുണ്ടാവും. ഇവന്റെ ടീമും അതിനൊരു കണ്ണാടി ബോക്സിൽ എക്സാമിൻ ചെയ്യാനായിട്ട് അടയ്ക്കുകയാണ്. പക്ഷെ ആ തുണ്ടായ കൈയാണെങ്കിൽ എന്തോ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. സോ അതിനാണെങ്കിൽ പേന കൊടുക്കണം. പക്ഷെ അത് എഴുതാണ്ട് ഇവരെല്ലാവരും തന്നെ ഷോക്ക്